നമ്മൾ എവിടെ നിന്നാണ് ഇവിടെ എത്തിയെന്നുള്ള ഓർമ്മ വേണം. അന്ന് എ കെ ഗോപാലിന്റെ ലിപിയർത്ഥത്തെ എഴുതിയ ഒരു വാചകം നിങ്ങൾ ഓർമ്മിക്കുന്നു. എവിടെയായിരുന്നു, എവിടെ നിന്നാണ് ഇവിടെ എത്തിയെന്ന്. 54 AKG പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. അന്നത്തെ വ്യവസായ മന്ത്രി ഖുറേഷിയ ഈ കയർത്തുവാരുടെ കഥ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഖുറേഷി പറഞ്ഞു, ഞാൻ എന്നാൽ അവരുടെ വീടുകൾക്ക് സന്ദർശിക്കാൻ, കേരളം സന്ദർശിക്കാൻ വരാം. കേന്ദ്ര വ്യവസായ മന്ത്രി ഖുറേഷിയും എ കെ ഗോപാലിനും കൂടി ചേർത്തില്ല ഒരു കയർത്തുവാരുടെ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ആ കയർത്തുവാരുടെ അയാളുടെ ജീവിത കഥ, അയാളുടെ പ്രയാസങ്ങൾ ചോദിച്ചറിയാം. നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. ആ വീട്ടിനകത്ത് ഗൃഹനാഥൻ ഇരിപ്പുണ്ട്. ഗൃഹനാഥനെ വിളിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെ. തന്റെ വീട്ടിന്റെ മുകളിൽ ആ കേന്ദ്രമന്ത്രി വന്നിരിക്കുന്നു, എ കെ ഗോപാലൻ വന്ന് നിൽക്കുന്നു. എത്ര വിളിച്ചിട്ടും ആ ഗൃഹനാഥൻ ഇറങ്ങുന്നില്ല. സാഗർക്ക് അരിശം മൂത്തു, ഇയാൾ എന്ത് മനുഷ്യനാണ്. അപ്പോഴേക്കും കമ്പോളം ചന്തയിൽ പോയിരുന്ന അയാളുടെ ഭാര്യ അറിഞ്ഞു. അവരുടെ വീട്ടിന്റെ മുമ്പിൽ മന്ത്രിമാർ വന്ന് നിൽക്കുന്നു. അവർ ഓടി വന്നവർ വീട്ടിനകത്തേക്ക് കയറി. ഇവിടെ മന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ രോഷം കൊണ്ട് നിൽക്കുകയാണ്. വീട്ടിനകത്തേക്ക് കയറി നിമിഷങ്ങൾക്കകം അതുവരെ പുറത്തിറങ്ങാതിരുന്ന ഗൃഹനാഥൻ പുറത്തു വരികയാണ്. ആളുകൾ ശോഭിച്ച് ചോദിച്ചു, എന്താ താൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നത്, എന്തുകൊണ്ട് ഇറങ്ങിയില്ല, ഇവരിവിടെ വന്ന് കാത്തു നിൽക്കല്ലേ? അപ്പോഴാണ് അയാൾ കൈ കെട്ടി പറയുക, എനിക്കും അവൾക്കും ഉടുക്കാൻ ഒരു മുണ്ടേ ഉള്ളു. അവൾ ആ മുണ്ട് ഉടുത്തേണ്ട കമ്പോളത്തിൽ പോയി. അപ്പൊ ഞാനൊരു കീറ തുണിയും ചുറ്റി അകത്തിരിക്കുകയാണ്. അവളിപ്പോ തിരിച്ചു വന്ന് ആ മുണ്ട് എനിക്ക് തന്നു. അവളൊരു കീറ തുണിയും ചുറ്റി അകത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു മുണ്ടേ ഉള്ളൂ. 54 കഥയാണ്. ഞാനൊരു കുറെ കാലമായി 50കൾ വിട്ടതിന്റെ കൂടെ നടക്കുന്നതാണ്. ഈ തൊഴിലാളിയുടെ വീടുകളുമായി നല്ല ബന്ധമുണ്ട്. സംഘടിപ്പിക്കാൻ പോയത്, വേളെ സംഘടിപ്പിക്കാൻ പോയാൽ ആ തൊഴിലാളിക്ക് നമ്മോട് വലിയ ആരാധനയും സ്നേഹവും ഒക്കെയാണ്. അവരുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ. കൂലി കൂടുതൽ 8 9 ആക്കണമെന്ന് സമരത്തിനുണ്ടല്ലോ. സാവ് വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, വെള്ളം ചോദിച്ചാൽ തരാൻ നിവൃത്തിയില്ലാത്ത വീടുകൾ. വെള്ളമില്ലാഞ്ഞിട്ടല്ല, അതവര് കുടത്തിൽ കോരിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എവിടെന്നെങ്കിലും അത് ഒഴിച്ചു തരാൻ ഒരു ഗ്ലാസ് വേണ്ടേ? ചിരട്ടയോ ചട്ടിയിലോ എങ്ങനെ സഖാവിന് കൊടുക്കും? അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത്. ഇന്ന് നിങ്ങൾ ഏത് കയർത്തൊഴിലാളിയോ, കൈത്തറി തൊഴിലാളിയോ, കശുവണ്ടി തൊഴിലാളിയോ, കർഷക തൊഴിലാളിയോ, കൂലിപ്പണിക്കാരന്റെയോ വീട്ടിൽ ചെല്ലും. സഖാവേ, ചായ കുടിച്ചിട്ടേ ഇരിക്കാനൊരു പ്ലാസ്റ്റിക് കസേരെങ്കിലും ഉണ്ട്. ഇരുന്നാൽ ഉച്ചക്കുള്ള ഭക്ഷണം ശരിയാക്കി തരാം. അന്നോ ഒരു ചായ, വെള്ളം തരാൻ നിവൃത്തിയില്ല, പിന്നല്ലേ ഒരു ചായ. ഒരു കട്ടൻ ചായ തരണമെങ്കിൽ തേയില വേണം, പഞ്ചാര വേണം. ചായ തരണമെങ്കിൽ പാല് വേണം. ഇത് മഹാഭൂരിപക്ഷം പണിയെടുക്കാൻ തൊഴിലാളിയും വീട്ടിൽ ഉണ്ടായിരുന്നോ? മാറി. ഈ മാറ്റം എങ്ങനെ ഉണ്ടായി? ഈ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി പടിപടിയായി തൊഴിലാളിയുടെ കൂലി വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പ്രവർത്തനത്തിന്റെ സംഭാവനയാണ്. അവർ തുച്ഛമായി കുരുവിയുടെ ജീവിതമാണ്. കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ച് മിച്ചം പിടിക്കുന്നവരാണ് ഈ പാവം തൊഴിലാളികൾ. മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഇന്നത്തെ മാറ്റത്തിൽ പ്രധാനമായ ഒരു ഘടകമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചത്. എങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ചു? 57-ൽ ഈ തൊഴിലാളികളുടെയും കൂടെ സഹായത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. EMSന്റെ ഗവൺമെന്റ് വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ്. അതുവരെ സ്കൂളിൽ പഠിക്കാൻ പോകണമെങ്കിൽ ഫീസ് കൊടുക്കണം. 3rd ഫാറം വരെ പഠിക്കണമെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ 3 രൂപ ഫീസ് കൊടുക്കണം. SSLCക്ക് പഠിക്കണമെങ്കിൽ 6 രൂപ ഫീസ് കൊടുക്കണം. ഞാനന്ന് 57 SSLCക്ക് പഠിക്കുന്നതാണ്. 6 രൂപ ഫീസ് കൊടുക്കണം. അന്ന് 6 രൂപയും 3 രൂപയും ഉണ്ടാക്കാൻ പറ്റില്ല. പാവപ്പെട്ടവന്റെ മക്കൾക്ക്, ഈ പാവപ്പെട്ടവരുടെ മക്കളെ വണ്ടി കറക്കാനും അണ്ടി ഫാക്ടറിയിലും അച്ഛനും അമ്മയും കൂലിക്കരയ്ക്ക് പണിക്ക് പോകുന്നിടത്തും സഹായികളായിട്ട് കൊണ്ടുപോകും. പള്ളിക്കൂടത്തിൽ വിടില്ല, ഫീസ് കൊടുക്കാൻ കഴിഞ്ഞിട്ട്. അവരുടെ കൂടെ വല്ലതും ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ടാണ് ജീവിക്കുന്നത്.
57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ സമരത്തിലും പ്രക്ഷോഭത്തിലും അവരെ കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ പറഞ്ഞു, ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് വരണം. അവർ വോട്ട് ചെയ്തു. ഏതെങ്കിലും ഒരു തൊഴിലാളി വിഭാഗം മാത്രമല്ല. ആ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി ഈ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്ന കണ്ട് ആദ്യം അവരെ ചീത്ത വിളിച്ച് അപമാനിച്ച ആ ഇടത്തരം വിഭാഗം അടക്കം അവർ തൊഴിലാളിയുടെ കൂലിക്കും ജീവിതത്തിനും തൊഴിലിനും വേണ്ടി നടക്കുന്നവരാണല്ലോ. എല്ലാവരുടെയും മനസ്സിൽ മനുഷ്യത്വം ഉണ്ടല്ലോ. ഇവർ പിടിച്ചു പറിക്കാൻ നടക്കുന്നവരല്ലോ. അതുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊരു ബോധം ഇടത്തരക്കാരടക്കം വോട്ട് ചെയ്യും. EMS അധികാരത്തിൽ വന്ന് ആദ്യം ഒഴിപ്പിക്കാൻ നിരോധനം. ഈ തൊഴിലാളികൾ ജോലി ചെയ്തിട്ട് ചൈരിച്ചൂട്ടും തലയിട്ട് വെച്ച് സന്ധ്യയാകുമ്പോ വരുമ്പോ വീട് കാണൂല. മുതലാളിമാര് പൊളിച്ചു കളയും, ജന്മിമാര് പൊളിച്ചു കളയും. കരഞ്ഞു വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസിന്റെ ഇടി ജന്മിയുടെ പോലീസാണ്. അധികാരത്തിൽ വന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ആ ഗവൺമെന്റ് പ്രഖ്യാപനം, ആരുടെ പറമ്പിൽ കുടികിടന്നാലും കിടക്കുന്ന കിടപ്പാടം അവന്റേതാണ്. അത് പൊളിച്ചെറിയാനോ ചുട്ടുകരിക്കാനോ കൈകൾ ഉയർത്തിയാൽ കൈകൾക്ക് കയ്യാമം വെക്കും. ഇന്ത്യയാകെ ഞെട്ടിവിറച്ച വിളംബരം. പാവങ്ങൾക്ക് കിടക്കുന്ന കുടിൽ കിടക്കാം. എന്തൊരാശ്വാസം! പണിയെടുത്ത് വരുമ്പോ കുടിൽ പൊടിക്കില്ല. രണ്ടാമത്തെ പ്രഖ്യാപനം, SSLC വരെ ഫീസ് കൊടുക്കാതെ പഠിക്കാം. സൗജന്യ വിദ്യാഭ്യാസം. മറ്റത് 6 രൂപ ഫീസ് കൊടുത്തില്ലെങ്കിൽ ക്ലാസ് നിന്ന് പുറത്താക്കും. 10-40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് നിന്ന് ഫീസ് ഇല്ലാത്ത ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ മകൻ പുറത്താക്കിയാൽ എന്തൊരു നാണക്കേട്. പിന്നെ ഫീസും ഫൈനും കൊണ്ട് വന്നെങ്കിൽ മാത്രമേ തിരിച്ചു കയറാനുള്ളൂ. അതിനിടെ ഉണ്ടായി കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് സാധിച്ചില്ലെങ്കിൽ പഠിത്തം തീർന്ന് അവിടെ വെച്ച് അവസാനിച്ചു. ഇതിന് മാറ്റം വന്നു. ആ മാറ്റമാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ വന്ന മാറ്റം, ഈ നാടിന് വന്ന മാറ്റം. ഒരച്ഛനും അമ്മയും പിന്നെ കൂലിപ്പണിക്ക് മക്കളെ കൂടെ കൊണ്ടുപോയില്ല. എത്ര ബുദ്ധിമുട്ടും സ്കൂളിലയച്ചു. അവർ SSLC പാസ്സായി. SSLC പാസ്സായാൽ ഈ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടും. SSLC പാസ്സായാൽ ടീച്ചറായി പോകും. SSLC പാസ്സായാൽ നഴ്സായി പോകും. ആ കുട്ടികളൊക്കെ SSLC പാസ്സായപ്പോൾ 70കളിൽ ഒരു കമ്പോളം തുറന്നു കിട്ടി, തൊഴിൽ കമ്പോളം. ഗൾഫ് നാടുകളിൽ ആളെ ആവശ്യമുണ്ട്. വിസയും വിമാന ടിക്കറ്റും ഒന്നുമില്ലാതെ കടൽ നീന്തി കയറി കള്ളക്കടത്തിലെല്ലാം അപ്പുറത്ത് പോയി. നെയ്ത്തുകാരന്റെയും കയർത്തുകാരുടെയും കൂലിപ്പണിക്കാരുടെയും ആമ്പിള്ളേർ പോയനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗൾഫ് നാടുകളിൽ ആൾ വന്നിട്ടുണ്ട് തൊഴിൽ തേടി. വന്നതിൽ എഴുത്തും വായനയും ഇംഗ്ലീഷ് അക്ഷരം അറിയാവുന്നവൻ കേരളത്തിൽ നിന്ന് വന്നവൻ. അവന് നല്ല ശമ്പളം, നല്ല ജോലി. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ എല്ലാ വളർച്ചയും ആ നാട്ടിൽ പണത്തിൽ കയറ്റുകാരുടെയും കച്ചവടത്തുകാരുടെയും കയറ്റത്തുകാരുടെയും കൂലിപ്പണിക്കാരുടെയും മക്കൾ കൂടി പണിയെടുത്തതിന് ഫലമായി. അങ്ങനെ അവരുടെ കുടുംബം രക്ഷപ്പെട്ടു. തൊഴിൽ പോയി, വ്യവസായം തകർന്നു. പക്ഷേ ആ വ്യവസായത്തിൽ പണിയെടുത്ത തൊഴിലാളിയുടെ മക്കളെയും കുടുംബത്തെയും രക്ഷിക്കാൻ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ഒരു ഭരണം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ആ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവരുടെ സംഭാവന വലുതാണ്. മാറി മാറി വന്ന ഗവൺമെന്റ് 8 പ്രാവശ്യം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുകൾ വന്നു. പ്രത്യേകം ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ വന്നു. ഓരോ വർഷം വരുമ്പോൾ, ഓരോ തവണ വരുമ്പോൾ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ, കിടപ്പാടമില്ലാത്തവനെ കിടപ്പാടം സംരക്ഷിക്കാൻ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ. ഭിക്ഷയാചിക്കുന്ന നാടായിരുന്നില്ലേ നമ്മുടെ നാട്? നമ്മുടെയൊക്കെ വീടിന് മുമ്പിൽ വരുമായിരുന്നില്ലേ കൂലിപ്പടഞ്ഞ് ഒരു അലൂമിനി പാത്രവും ഒരു 3 വടിയും 10 പൈസ തരണേ. 60 വയസ്സ് കഴിഞ്ഞാൽ പണിയെടുക്കാൻ ശേഷിയില്ലാതെ വന്നാൽ പോറ്റാൻ ആരുണ്ടായിരുന്നു? ഇപ്പൊ ആരെങ്കിലും വരുന്നുണ്ടോ ഭിക്ഷക്കാർ? 60 കഴിഞ്ഞവൻ സകലർക്കും ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊണ്ടുപോകും. ഇപ്പൊ 1600 രൂപ വീതം 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വാങ്ങിയാണ് ഓണം ഉണ്ടത്. ഭിക്ഷ യാചിക്കാൻ നടക്കണ്ട. ഈ മാറ്റം ഉണ്ടാക്കാനുള്ള ഗവൺമെന്റുകൾ